ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 4 EVSലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടം വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. നമുക്ക് നെക്സ്റ്റ് പോർഷൻ തൊട്ട് തുടങ്ങാം. ഓക്കെ, എനിമൽസ് ലീവ് ആൾസോ ഇൻ ഡെസേർട്ട് ആൻഡ് പോളാർ റീജിയൻ. വാട്ട് ആർ ദെയർ അഡാപ്റ്റേഷൻസ്? നമ്മുടെ മരുഭൂമിയിലും പോളാർ റീജിയൻസിലും ഒക്കെ എനിമൽസ് ലീവ് ചെയ്യുന്നുണ്ട്. അവരുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്ക് എന്ത് പറയാം? ഡെസേർട്ടിലെ പറയാം. ഫസ്റ്റ് വൺ വാട്ടർ കൺസർവേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസേർട്ടിൽ വളരുന്നതാണ് ഒട്ടകം. ഒട്ടകത്തിന് അതിൻ്റെ ഹംസിൽ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഫാറ്റാണ് അവിടെ വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് വരുന്നത് ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ ആണ്. കാരണം അവിടെ ഭയങ്കര ചൂടാണ് അല്ലേ, അപ്പോൾ ടെമ്പറേച്ചർ റെഗുലേഷന് അവർക്ക് പറ്റും. നെക്സ്റ്റ് നമുക്ക് പോളാർ റീജിയനെ പറ്റി പറയാം. എന്താണ്? തിക്ക് ഫാറ്റ് കീപ് ദം വാം. അവരെ കുറച്ചും കൂടി നല്ല തണുത്ത ഏരിയ ആണല്ലേ, അപ്പോൾ അവരെ കുറച്ചും കൂടി എന്താക്കി വെക്കും? വാമാക്കി വെക്കും. ഓക്കെ, പിന്നെ ഷോർട്ട് ലിംസ് ടു മിനിമൈസ് ഹീറ്റ് ലോസ്. അപ്പോൾ അവരുടെ ലിംസൊക്കെ എങ്ങനെയാണ്? ഷോർട്ടാണ് കേട്ടോ. ബോഡി ഷേപ്പ്, സ്മോൾ ഇയേഴ്സ്, ഷോർട്ട് ലിംസ്. ഇങ്ങനെ സെക്കൻഡ് പോയിന്റ് ഇങ്ങനെ വരും. ബോഡി ഷേപ്പ്, സ്മോൾ ഇയേഴ്സ് ആൻഡ് ഷോർട്ട് ലിംസ് ടു മിനിമൈസ് ഹീറ്റ് ലോസ്. ഓക്കെ, പിന്നെ നമ്മൾ സ്പെഷ്യൽ ഫീറ്റ് ഹെൽപ്സ് ടു സ്വിം ഇൻ ഐസി വാട്ടേഴ്സ്. ഐസി വാട്ടർ ഉണ്ടാവില്ലേ ഈ പെൻഗ്വിനൊക്കെ, അപ്പോൾ അവരുടെ ഫീറ്റ് എന്തിന് ഹെൽപ്പ് ചെയ്യും? സ്വിം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫൈൻഡ് അതർ അഡാപ്റ്റേഷൻ ഓഫ് ക്യാമൽ ആൻഡ് പെൻഗ്വിൻ. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. അപ്പോൾ ക്യാമലിൻ്റെയും പെൻഗ്വിൻ്റെയും അഡാപ്റ്റേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഈ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ക്യാമലിൻ്റെ ബോക്സിൽ ഫസ്റ്റ് വരുന്നത് വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി. ഹംസിൽ എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സെക്കൻഡ് ഹീറ്റ് ടോളറൻസ് ആണ്, ചൂട് സഹിക്കാൻ പറ്റില്ല അവർക്ക്. തേർഡ് തിക്ക് ഫർ പ്രൊട്ടക്റ്റ് ദം ഫ്രം സണ്ണ്. സൂര്യനിൽ നിന്ന് തിക്ക് ഫർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർത്ത് പോയിന്റ് ലോങ് ലെഗ്സ് കീപ് ദെയർ ബോഡീസ് എവേ ഫ്രം ഹോട്ട് ഗ്രൗണ്ട്. അപ്പോൾ വലിയ ലെഗ്സ് ആണ് അവരുടെ അല്ലേ, അപ്പം അടിയിൽ എന്താണ്? നല്ല ചൂടാണ്. അപ്പോൾ ലോങ് ലെഗ്സ് ആയതുകൊണ്ട് അവരുടെ മെയിൻ ബോഡി പാർട്ടിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും ഹോട്ട് ഗ്രൗണ്ടിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്? പെൻഗ്വിൻ്റെ ആണ്. പെൻഗ്വിൻ്റെ തിക്ക് ലെയർ ഓഫ് ഫാറ്റ് അണ്ടർ സ്കിൻ ഹെൽപ്സ് ദം വാം ഇൻ ഫ്രീസിങ് ടെമ്പറേച്ചർ. നല്ല തണുത്ത സമയത്തൊക്കെ അവരുടെ ഒരു തിക്ക് ലെയർ ഓഫ് ഫാറ്റ് ഉണ്ട് അവരുടെ ബോഡിയിൽ. അപ്പോൾ സ്കിന്നിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും ആ തണവ് സഹിക്കാനൊക്കെ. ഓക്കെ, പിന്നെ ദെയർ ഫെദേഴ്സ് ആർ ഷോർട്ട്, ഡെൻസ് ആൻഡ് വാട്ടർ പ്രൂഫ് വിച്ച് ഹെൽപ്സ് കീപ് ദെയർ ബോഡി ഡ്രൈ ആൻഡ് ഇൻസുലേറ്റഡ്. അപ്പോൾ അവരുടെ ഫെദേഴ്സ് തൂവലൊക്കെ എങ്ങനെയാണ്? ചെറുതാണ്, അതേപോലെ വാട്ടർ പ്രൂഫ് ആണല്ലേ. അപ്പോൾ തണവ് തട്ടിയാലും എന്ത് ചെയ്യാൻ പറ്റും? ഡ്രൈ ആക്കി നിർത്തും. വെള്ളം തട്ടിയാലും വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് അത് ഡ്രൈ ആയി നിർത്തും. പിന്നെ നമുക്ക് തേർഡ് പോയിന്റ് പറയാം. സ്ട്രോങ് ലെഗ്സ് ആൻഡ് വെബ്ഡ് ഫീറ്റ് ഹെൽപ്പ് ദം ടു വാക്ക് ഓൺ ഐസ് ആൻഡ് സ്വിം. നമ്മൾ ഈ ഐസിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് അവരുടെ വെബ്ഡ് ആയിട്ടുള്ള ഫീറ്റ് ഹെൽപ്പ് ചെയ്യും, അതേപോലെ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത്രയും പോയിന്റ് വെച്ചിട്ട് ആ ബോക്സ് ഫില്ലാക്കാം കേട്ടോ. അടുത്തത് എ ലൈഫ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. Kangaroo rat. The kangaroo rat is a small animal found in the desert. It has many adaptation for living in the desert. ഈ കങ്കാരു റേറ്റ് എവിടെയാണ് കാണുന്നത്? ഡിസേർട്ടിലാണ് കാണുന്നത്. അതിന് കുറേ അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇറ്റ് ടിക്സ് വെരി ഡീപ്പ് ബറോസ് ടു സർവൈവ് ദ ഹീറ്റ് ഓഫ് ദ ഡേ ആൻഡ് ലീവ്സ് ഇൻസൈഡ് ദം. ബറോസിൽ പോയിരിക്കും നമ്മുടെ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നെക്സ്റ്റ് ഇറ്റ് ഹൺസ് ഫോർ പ്രേ അറ്റ് നൈറ്റ്. നൈറ്റാണ്, രാവിലെയൊക്കെ ചൂടാണല്ലോ, നൈറ്റാണ് ഇത് പ്രേയ്ക്ക് വേണ്ടി ഹണ്ടിങ് തുടങ്ങുക. ഇറ്റ് ക്യാൻ ലീവ് വിത്തൗട്ട് ഡ്രിങ്കിങ് എനി വാട്ടർ. അതിന് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റും. ഇറ്റ് ഗെറ്റ്സ് ദ വാട്ടർ ഇറ്റ് നീഡ് ഫ്രം ഇറ്റ്സ് മെയിൻ ഫുഡ് സച്ച് എസ് ഗ്രെയിൻസ്, സീഡ്സ് ആൻഡ് ആൾസോ ഫ്രം ഇറ്റ്സ് ബോഡി ഫാറ്റ്. വാട്ടർ ലോസ് ത്രൂ സ്വെറ്റ് ഓർ യൂറിൻ ഈസ് വെരി ലോ. അപ്പോൾ ഇവർക്ക് വാട്ടർ ലോസ് വളരെ കുറവാണ് ഉണ്ടാവുന്നത്. ഇതിൽ കൂടെ യൂറിനിൽ കൂടെ, അതിൽ കൂടെ വിയർപ്പിൽ കൂടെ ആയിക്കോട്ടെ കേട്ടോ. ഇറ്റ് by hopping like a kangaroo using its long hind legs. ഇപ്പോൾ വലിയ ലെഗ്സ് ആണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ കങ്കാരു മൂവ് ചെയ്യണ പോലെയാണ് മൂവ് ചെയ്യുക. ഇറ്റ് ക്യാൻ സ്റ്റോർ ഗ്രെയിൻസ് ആൻഡ് സീഡ്സ് ഇൻ ദ പൗച്ച് ഇൻ ഇറ്റ്സ് ചീക്സ്. അവരുടെ ചീക്സിൽ എന്തുണ്ട്? ചീക്സിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഗ്രെയിൻസും സീഡ്സും. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് വി ഹാവ് എവറിത്തിങ് വി നീഡ് ടു ലീവ് ഇൻ ദ ഫീൽഡ്. നമുക്ക് എല്ലാതും ഉണ്ട്, നമുക്ക് ഫീൽഡിൽ ജീവിക്കുക. വി ഹാവ് എവറിത്തിങ് വി നീഡ് ടു ലീവ് ഇൻ ദ ഫീൽഡ്. വി ഹാവ്
ഹാവ് എവറിത്തിങ് വി നീഡ് ഇൻ ദ പോണ്ട്. അപ്പോൾ ആ ഫിഷ് പറയുന്നത് പോണ്ടിൽ. വാട്ട് ഡസ് എ സ്റ്റോക്ക് ഗെറ്റ് ഫ്രം ദ ഫീൽഡ്? സ്റ്റോർക്ക് അല്ലേ, അതിന് എന്തൊക്കെയാണ്, കൊക്കിന് എന്തൊക്കെയാണ് കിട്ടുന്നത്, ഫീൽഡിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നത്? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, സ്മോൾ ഓർഗാനിസംസ്. അപ്പോൾ എ സ്റ്റോക്ക് യൂഷ്വലി ഗെറ്റ് ഫുഡ് ഫ്രം ഫീൽഡ്, മെയിൻലി എന്താ, സ്മോൾ ഓർഗാനിസംസ്. പിന്നെ എന്താ പറയുക, ഫ്രോഗ്, ലിസാർഡ്സ്, പിന്നെ നമുക്ക് ഇത് മൂന്നും വെച്ചിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. സ്മോൾ ഓർഗാനിസത്തിന് തിന്നും, പിന്നെ ഫ്രോഗിനെ തിന്നും, ലിസാർഡ്സിനെ തിന്നും. ഓക്കെ, അടുത്തത് വാട്ട് ഡസ് എ ഫിഷ് ഗെറ്റ് ഫ്രം ദ പോണ്ട്? ഫിഷിന് എന്തൊക്കെയാണ് പോണ്ടിൽ നിന്ന് കിട്ടുന്നത്? ആൽഗെ കിട്ടും, ടൈനി പ്ലാന്റ്സ്, പിന്നെ ഇൻസെക്ട്സ്, വേംസ്, സ്മോൾ അക്വാട്ടിക് സ്മോൾ അക്വാട്ടിക് ക്രീച്ചേഴ്സ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യാം. ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ്സ് ഇൻ ഇറ്റ്സ് ഹാബിറ്റേറ്റ്. എ ഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ദാറ്റ് ദ ഓർഗാനിസം നീഡ് ടു സർവൈവ്. ഹാബിറ്റേറ്റിൽ എന്തൊക്കെയുണ്ട്? പോണ്ട്സ്, റിവേഴ്സ് ആൻഡ് ഫീൽഡ്സ്. ഇതൊക്കെ നിറഞ്ഞതാണ് എന്ത്, ഒരു ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അവിടെ എന്തിന് പറ്റും? ജീവജാലങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും. ഡിസ്കസ് ആൻഡ് ഫൈൻഡ് റൈറ്റ് മോർ എക്സാമ്പിൾ ഓഫ് ഹാബിറ്റേറ്റ്. കുറച്ചും കൂടിയും എക്സാമ്പിൾസ് പറയാം. അപ്പോൾ പോണ്ട്സ്, റിവേഴ്സും ഫീൽഡും ഒക്കെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫോറസ്റ്റ് പറയാം, ഗ്രാസ് ലാൻഡ് പറയാം, ഡിസേർട്ട് പറയാം, മൗണ്ടെയിൻ പറയാം, ഓഷ്യൻ പറയാം, വെറ്റ്ലാൻഡ് പറയാം, പോളാർ റീജിയൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട്, അതുപോലെ അവിടെ ട്രീ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്. ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ പിക്ചറിൽ എന്താ കാണുന്നത്? മരുഭൂമി കാണുന്നുണ്ട്, അതേപോലെ മൗണ്ടെയിൻസ് കാണുന്നുണ്ട്, ഫീൽഡ് കാണുന്നുണ്ട്, പോണ്ട് കാണുന്നുണ്ട് അല്ലേ, സീയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്? ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് പറയാം. ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റിൽ വരുന്നതാണ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡിസേർട്ട്, മൗണ്ടെയിൻ. അടുത്തത് അക്വാട്ടിക് ഹാബിറ്റേറ്റ്, പേര് പോലെ തന്നെ വെള്ളത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ ഏതാണ്? പോണ്ട്, റിവർ, ലേക്ക്, ഓഷ്യൻ. അടുത്തത് സ്പെഷ്യൽ ഹാബിറ്റേറ്റ് ആണ്. അതിൽ വരുന്നതാണ് പോളാർ റീജിയനും വെറ്റ്ലാൻഡും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സുമായിട്ടുള്ള കാര്യങ്ങളാണ്. എ ഫീൽഡ് ഈസ് എ ഹാബിറ്റേറ്റ്, ഇറ്റ് ഹാസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ഇറ്റ്. വാട്ട് ആർ ദേ? അപ്പോൾ ഫീൽഡിലുള്ള ലിവിങ് തിങ്സ് ഏതാ, നോൺ ലിവിങ് തിങ്സ് ഏതാന്ന് പറയണം. അപ്പോൾ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ്, എനിമൽസ്, ഗ്രാസസ്, വൈൽഡ് ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്, ഗ്രാസ് ഹോപ്പർ, എർത്ത് വോംസ്, മൈക്രോ ഓർഗാനിസം. 3 എണ്ണം ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഫില്ല് ചെയ്യാം. അടുത്തത് നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്? വാട്ടർ, സോയിൽ, സൺലൈറ്റ്, എയർ, റോക്സ്. There are natural habitat and man-made habitat. Forest is an example of natural habitat. Forest എന്താണ്? Natural habitat ആണ്. What about the biodiversity park in your school? Find and write down more examples of natural and man-made habitat. അപ്പോൾ നാച്ചുറൽ ഹാബിറ്റേറ്റിനും man-made ഹാബിറ്റേറ്റിനും എക്സാമ്പിൾസ്. നാച്ചുറൽ ഫോറസ്റ്റ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഗ്രാസ് ലാൻഡ് പറയാം, ഓഷ്യൻ പറയാം, സീ പറയാം, റിവർ, പോണ്ട്, ഡിസേർട്ട്, വെറ്റ്ലാൻഡ്. ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. അടുത്തത് മാൻമെയ്ഡ്, സൂ, പിന്നെ അക്വേറിയംസ്, ഫാംസ്, ഗാർഡൻസ്, പാർക്ക്, ആർട്ടിഫിഷ്യൽ പോണ്ട്, ബേർഡ് ഹൗസസ്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് 3 എണ്ണം ആഡ് ചെയ്യാം കേട്ടോ. എ ഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. പ്ലാന്റ്സ്, എനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആർ എക്സാമ്പിൾസ് ഓഫ് ലിവിങ് തിങ്സ്. സോയിൽ, എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ആർ ദ മെയിൻ നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ലിവിങ് തിങ്സ് എന്നും ഏതൊക്കെയാണ് നോൺ ലിവിങ് തിങ്സ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഡു ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ നോൺ ലിവിങ് തിങ്സ് ലൈക്ക് എയർ, വാട്ടർ ആൻഡ് സോയിൽ ആൻഡ് സൺലൈറ്റ്? സോറി കേട്ടോ, സോയിൽ ആൻഡ് സൺലൈറ്റ് യെസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ലിവിങ് തിങ്സ് നമുക്കറിയാം, ഒരു ചെടി വളരാൻ എയർ വേണം, വാട്ടർ വേണം, സോയിൽ വേണം, സൺലൈറ്റ് വേണം. സിമിലർലി ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ദ ഏരിയ ലീവ് ഇൻ ഇന്റർഡിപ്പെൻഡൻസ്. ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ഇതിൽ ആരെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങളോട് പറയാൻ. അതെ അല്ലേ, ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, ഗ്രാസ് ഹോപ്പറിനെ നമ്മുടെ ഫ്രോഗ് കഴിക്കുന്നു, ഫ്രോഗിനെ സ്നേക്ക് കഴിക്കുന്നു അല്ലേ. ഓക്കെ,
സ്നേക്കിനെ നമ്മുടെ വൾച്ചർ കഴിക്കുന്നു, പിന്നെ വൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഫിഷിനെ കഴിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി എക്കോസിസ്റ്റം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻ എക്കോസിസ്റ്റം ഈസ് ആൻ എൻവിയോൺമെൻറ്റ് വേർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ലീവ്ഡ് ഇൻ interdependence. Trees, field, pond, stream, hills, sacred groves are small ecosystem. Forest, grassland, desert, seas and polar region are large ecosystem. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ജീവജാലങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലം. അവരെന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ബാക്കിയുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്മോൾ എക്കോസിസ്റ്റത്തിൽ പെടുന്നതാണ് ട്രീസും ഫീൽഡും പോണ്ടും സ്ട്രീംസും ഹിൽസും കാവുകളൊക്കെ. പിന്നെ ലാർജ് എക്കോസിസ്റ്റത്തിലാണ് ഡെസേർട്ട്, സീ, പോളാർ റീജിയൻ, ഗ്രാസ്ലാൻഡ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇൻ്റർഡിപ്പെൻഡൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. എന്താണ് ഇൻ്റർഡിപ്പെൻഡൻസ് എക്കോസിസ്റ്റത്തിലെ? അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർഡിപ്പെൻഡൻസ് മീൻ ദാറ്റ് ഓൾ ലിവിങ് തിങ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു ലീവ് ആൻഡ് ഗ്രോ. അതായത് ഇതിൻ്റെ ആൻസറാണ് കേട്ടോ. എല്ലാ ജീവജാലങ്ങളും ഒരു ജീവജാലങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ജീവിക്കാൻ വേണ്ടിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ദേ ഹെൽപ്പ് ഈച്ച് അതർ ഇൻ ഡിഫറെൻറ്റ് വേസ് ലൈക്ക് ഗെറ്റിംഗ് ഫുഡ്, ഷെൽട്ടർ ഓർ പ്രൊട്ടക്ഷൻ. പല രീതിക്ക് ഒരെണ്ണം മറ്റേതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഷ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഓക്സിജൻ ഇൻ ദ വാട്ടർ. പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ഫിഷ് ടു കീപ് വാട്ടർ ഫ്രം പ്യുവർ ബൈ ഈറ്റിംഗ് ഡെഡ് തിങ്സ്. അപ്പം നമ്മൾ എന്താ പറയുക, ഫിഷ് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. പക്ഷേ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫിഷിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ, വാട്ടർ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫിഷ് വേണമല്ലേ. ഓക്കെ, ഡെഡ് തിങ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിൾ കേട്ടോ. അടുത്ത് പറയുന്നത് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആണ്. അടുത്തത് ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം ആണ്. ഹിൽ ഹാസ് സംതിങ് ടു സേ. അപ്പോൾ എന്താണ്, ഹിൽസിന് പലതും പറയാനുണ്ട്. യു ക്യാൻ സീ അസ് ഇൻ മെനി ഏരിയാസ് ഇൻ യുവർ സ്കൂൾ പ്ലേസ്. ഈസ് ദർ എനി വൺ ഹൂ ഹാസ് ഇൻ ക്ലൈംബ്ഡ് എ ഹിൽ? നിങ്ങളുടെ സ്കൂളിൽ ആരെങ്കിലും ഹില്ല് ക്ലൈംബ് ചെയ്തിട്ടുണ്ടോ? വി പ്രൊവൈഡ് ഹാബിറ്റേറ്റ് ഫോർ സോ മെനി ഓർഗാനിസംസ് ലൈക്ക് എർത്ത് വോംസ് ടു ഫോക്സസ് ആൻഡ് ആൾസോ ഫോർ എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. വി സ്റ്റോർ റെയിൻ വാട്ടർ ആൻഡ് ലേറ്റർ പ്രൊവൈഡ് ദാറ്റ് വാട്ടർ ടു വെൽ, സ്ട്രീംസ് ആൻഡ് ഫീൽഡ്സ്. വി ക്യാൻ കൺട്രോൾ ദ വിൻഡ് ആൻഡ് റെഡ്യൂസ് ദ ഹീറ്റ്. നമുക്ക് വിൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതേപോലെ ഹീറ്റ് കുറയ്ക്കാൻ പറ്റും. ഡോണ്ട് യു സി വി ആർ ഇൻ ഗ്രേറ്റ് ക്രൈസിസ് ടുഡേ? ഡു യു റിയലൈസ് അവർ ഇമ്പോർട്ടൻസ്? നമ്മുടെ ഇമ്പോർട്ടൻസ് എല്ലാം മനസ്സിലാക്കിയോന്നു. ഹോപ്പ് യു റീഡ് ദ Solgai of the hill. What are the harmful effects vanishing of hills? What are the human? എന്താണ് harmful effects vanishing hills? ഹിൽസിന് പറ്റുന്ന എന്താ പറയുക അപകടങ്ങളായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? സോയിൽ ഇറോഷൻ, പിന്നെ എന്താ പറയുക ഫ്ലഡിങ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഹിൽസ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവാം? പിന്നെ സോയിൽ ഇറോഷൻ സംഭവിക്കാം, പിന്നെ ഫ്ലഡ് വരാം, പിന്നെ ഫ്ലഡിങ്, തേർഡ് ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ ലാൻഡ് സ്ലൈഡ്സ് മണ്ണിടിച്ചിൽ വരാം കേട്ടോ. പിന്നെ വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റി ദാറ്റ് ആർ ഹാംഫുൾ ടു ദ എക്കോസിസ്റ്റം? എക്കോസിസ്റ്റംസിനെ ബാധിക്കുന്ന ദോഷകരമായ കാര്യങ്ങൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്നത് ഏതൊക്കെയാണ്? ഡീമോളിഷനിങ് ഓഫ് ഹിൽസ് നശിപ്പിക്കുന്നത്. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സിന് എന്താ പറയുക, യൂസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, നാശനഷ്ടം വരും. പിന്നെ എന്താ പറയുക, ഡീഫോറസ്റ്റേഷൻ നമുക്ക് പറയാം. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അർബനൈസേഷൻ നഗരവൽക്കരണം പറയാം. പിന്നെ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പറയാം. ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് പൊല്യൂഷനാണ്. വി ആർ നോൺ ആസ് ദ ഫ്രണ്ട്സ് ഓഫ് ഫാർമേഴ്സ്. നൗ വി കനോട്ട് ലീവ് ഇൻ ദ സോയിൽ ഡ്യൂ ടു പൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ തേരട്ട പറയാണ് അല്ലേ, അല്ലെങ്കിൽ എർത്ത് വോം പറയാണ് നമ്മൾ ആരാണ്, കർഷകൻ്റെ കൂട്ടുകാരനാണ്. പക്ഷെ എന്ത് ചെയ്യാനും പറ്റുന്നില്ല, ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല പൊല്യൂഷൻ കാരണം. ഹാവ് യു റീഡ് വാട്ട് ദ എർത്ത് വോം സെഡ്? വാട്ട് ആർ ദ വേസ്റ്റ് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്? ഹോമിലും സറൗണ്ടിങ്സിലും ഉള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? നമുക്ക് പറയാം പ്ലാസ്റ്റിക് ബാഗ്സ്, ഫുഡ് സ്ക്രാപ്സ്, പേപ്പർ, കാർഡ്ബോർഡ്, ഗ്ലാസ് ബോട്ടിൽ, പിന്നെ യൂസ്ഡ് ക്ലോത്ത്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, ഫുഡ് വ്രാപ്പേഴ്സ്, പിന്നെന്താ ലീവ്സ്, ഗാർഡൻ വേസ്റ്റ്, പിന്നെന്താ സറൗണ്ടിങ്സിൽ കൺസ്ട്രക്ഷൻ ഡെബ്രിസ്. ഇതൊക്കെ നമുക്ക് പറയാം അല്ലേ. ഫൈൻഡ് ഔട്ട് ദ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്
പ്രോസസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് വേസ്റ്റ് മാനേജ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക? ഫസ്റ്റ് പോയിന്റ് സെഗ്രിഗേഷൻ ആണ് കേട്ടോ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റുഡൻറ്റ് സെപ്പറേറ്റ് വേസ്റ്റ് ഇൻ ടു ഡ്രൈ ആൻഡ് വെറ്റ് ബിൻസ്. ഡ്രൈ വേസ്റ്റിനെയും വെറ്റ് വേസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്യണം. സെക്കൻഡ് കളക്ഷൻ ആണ്. വേസ്റ്റ് ഈസ് കളക്റ്റഡ് റെഗുലർലി ബൈ ദ സ്കൂൾ ക്ലീനിങ് സ്റ്റാഫ്. അപ്പം നമ്മൾ എല്ലാ വട്ടവും എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ വേസ്റ്റസും കളക്ട് ചെയ്ത് വെക്കണം. തേർഡ് റീസൈക്ലിംഗ് ആണ്. എന്താ റീസൈക്ലിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എടുത്തിട്ട് നമ്മൾ റീയൂസ് ചെയ്യാണ് അല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക? ഡ്രൈ വേസ്റ്റ് ലൈക്ക് പേപ്പർ ആൻഡ് പ്ലാസ്റ്റിക് ഈസ് സെൻഡ് ഫോർ റീസൈക്ലിംഗ് ടു മേക്ക് ന്യൂ പ്രൊഡക്ട്സ്. ഇപ്പോൾ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഫോർത്ത് വൺ കമ്പോസ്റ്റിംഗ് ആണ്. വെറ്റ് വേസ്റ്റസ് ലൈക്ക് ലെഫ്റ്റ് ഓവർ ഫുഡ് ആൻഡ് ലീവ്സ് ആർ ടേക്കൺ ടു കമ്പോസ്റ്റ് ബിറ്റ് ടു ടേൺ ഇൻ ടു നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് മാറ്റും ഏത്? നമ്മുടെ ഈ ഫുഡ് വേസ്റ്റ് കാര്യങ്ങൾ. ഫിഫ്ത്ത് വൺ ഡിസ്പോസലാണ്. അതായത് നമുക്ക് മണ്ണിൽ അലിയാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. അടുത്തത് ഒബ്സർവ് ദ പിക്ചർ. ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? 2 പിക്ചറാണ്. രണ്ടാമത്തെ സൈഡിൽ എന്താണ്? വേസ്റ്റസ് ഒക്കെ പുഴയുടെ അവിടെ കൊണ്ടിട്ടേക്കാണ്. ഈസ് ഇൻ ത്രോയിങ് ഓഫ് വേസ്റ്റ് ടു ദ സറൗണ്ടിങ് ഹാംഫുൾ ടു ദ ഹാബിറ്റ്. നമ്മൾ ഇതുപോലെ വേസ്റ്റ് ഇടുന്നത് നമുക്ക് നാശനഷ്ടത്തിന് ഇരയാവില്ലേ? യെസ് ആവും കേട്ടോ. ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ. സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ത്രോയിങ് ഗാർബേജ് ഇൻ ടു ദ ഗ്രൗണ്ട്. ഗാർബേജ് വേസ്റ്റസ് ഒക്കെ ഗ്രൗണ്ടിൽ എറിയുന്നത്. യൂസിങ് ടു മച്ച് കെമിക്കൽസ്. കൂടുതൽ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്. ഡംപിങ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടു ദ സോയിൽ. അപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യണത്. പിന്നെ കട്ടിങ് ഡൗൺ ട്രീസ് കട്ട് ചെയ്താൽ എന്തുണ്ടാവും? സോയിൽ ഇറോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? 2 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാംസ്, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഹൗ ഡസ് സോയിൽ പൊല്യൂഷൻ എഫക്ട് ദ എക്കോസിസ്റ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എങ്ങനെയാണ് സോയിൽ പൊല്യൂഷൻ എക്കോസിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ എന്തൊക്കെയാണ്? സോയിൽ പൊല്യൂഷൻ മേക്ക് ദ സോയിൽ ഡേർട്ടി ആൻഡ് അൺഹെൽത്തി. സോയിലിനെ എന്താക്കും? ഡേർട്ടി ആക്കും, അതുപോലെ ഹെൽത്തി ഇല്ലാതാക്കും. വെൻ ദ സോയിൽ ഈസ് പൊല്യൂട്ടഡ് പ്ലാന്റ്സ് ഡസിൻറ്റ് ഗ്രോ വെൽ ബിക്കോസ് ദ സോയിൽ ഹാസ് ഹാംഫുൾ കെമിക്കൽസ്. സോയിൽ പൊല്യൂട്ട് ചെയ്താൽ അതിൽ എന്തുണ്ടാവും? ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ പ്ലാന്റ്സിനൊന്നും നല്ല രീതിക്ക് വളരാൻ പറ്റില്ല. സോ എനിമൽസ് ഈറ്റ് പ്ലാന്റ്സ് ഓർ ലീവ് ഇൻ ദ സോയിൽ ഗെറ്റ് സിക്ക്. അപ്പോൾ അത് കഴിക്കുന്ന പ്ലാന്റ്സ് കഴിക്കുന്ന എനിമൽസിന് എന്ത് പറ്റും? വയ്യാതെയാവും. വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ് വെൻ ഡേർട്ടി സോയിൽ മിക്സ് വിത്ത് റെയിൻ. അപ്പോൾ ഈ ഡേർട്ടി സോയിൽ റെയിനിലായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? വാട്ടറും പൊല്യൂട്ടഡ് ആവും കേട്ടോ. ദ വോൾ എക്കോസിസ്റ്റം ഗെറ്റ് ഡിസ്റ്റർബ്ഡ് ബിക്കോസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് കാണ്ട് ലീവ്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സും അനിമൽസിനൊന്നും മര്യാദയ്ക്ക് വളരാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താവും? അത് ഫുള്ളി ഒരു എക്കോസിസ്റ്റത്തിനെ ബാധിക്കും. വാട്ട് ആർ ദ അതേഴ്സ് ഫാക്ടേഴ്സ് വിച്ച് ഗെറ്റ് പൊല്യൂട്ടഡ് ലൈക്ക് ഇൻ അവർ സറൗണ്ടിങ്സ്? ഏതൊക്കെയാണ് പൊല്യൂട്ട് ചെയ്യണത്? എയർ പൊല്യൂട്ടഡ് ആവും, വാട്ടർ പൊല്യൂട്ടഡ് ആവും, നോയ്സ് പൊല്യൂട്ടഡ് ആവും കേട്ടോ. ഇപ്പോൾ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നല്ല പുക വരുന്ന ഒരു കാര്യമാണ്. ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഹാംഫുൾ എയർ പൊല്യൂഷൻ ഹാവ് ഹാംഫുൾ ഇഫക്ട്സ് ഓൺ അവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിനാണ് അത് കൂടുതലും ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാക്കുക. എവറി ഇയർ അബൌട്ട് 7 മില്യൺ പീപ്പിൾ ഡൈ ഇൻ ദ വേൾഡ് ഡ്യൂ ടു വേരിയസ് ഡിസീസ് കോസ്ഡ് ബൈ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ കാരണം ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിട്ട് ഓരോ വർഷം 7 മില്യണോളം ആൾക്കാർ മരിക്കുന്നുണ്ട്. എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് എ ഹാംഫുൾ ഇഫക്റ്റ് നോട്ട് ഓൺലി ഓൺ ഹ്യൂമൻസ് ബട്ട് ആൾസോ ഓൺ പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്. ഹ്യൂമൻസിന് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, പ്ലാന്റ്സിനും എനിമൽസിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ are declining crop yields, acid rain, global warming, ozone depletion. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് കേട്ടോ. എന്തൊക്കെയാണ് എയർ പൊല്യൂഷൻ്റെ റിസൾട്ട്? ക്രോപ്പ് ഈൽഡ് നശിക്കും, പിന്നെ ആസിഡ് റെയിൻ ഉണ്ടാവും, ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കും, ഓസോൺ ഡിപ്ലീഷനും കാരണമാവും. ഇപ്പോൾ പിക്ചർ നന്നായി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ? ഇൻ വിച്ച് സർക്കംസ്റ്റൻസസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ്. വാട്ടർ എപ്പോഴൊക്കെയാണ് പൊല്യൂട്ടഡ് ആവുക? നമ്മൾ പറഞ്ഞു അല്ലേ? എപ്പോഴാണ്? garbage is thrown to the river, ponds, etc. Chemical from factories into the water bodies. അപ്പോൾ അവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാക്ടറീസിലുള്ള കെമിക്കൽസൊക്കെ നമ്മൾ ഈ പുഴയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും പൊല്യൂട്ടഡ് ആവും. പിന്നെ സീവേജ് ഓർ ഡേർട്ടി വാട്ടർ ഫ്രം ഹോംസ് ഗോസ് ഇൻ ടു റിവേഴ്സിലേക്ക് ഇതുപോലത്തെ സീവേജ് വേസ്റ്റും ഇതൊക്കെ ഒഴുക്കി വിടുകയാണെങ്കിൽ. ഓക്കെ, ഹൗ ഡസ് വാട്ടർ പൊല്യൂഷൻ എഫക്റ്റ് ലിവിങ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ്? ലിവിങ് തിങ്സിനെയും ഹ്യൂമൻസിനെയും എങ്ങനെയാണ്
വാട്ടർ പൊല്യൂഷൻ എഫക്റ്റ് ചെയ്യുന്നത്. വാട്ടർ ബിക്കം പൊല്യൂട്ടഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേരിയസ് കെമിക്കൽസ് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. വാട്ടർ എങ്ങനെയൊക്കെയാണ് പൊല്യൂട്ടഡ് ആവുന്നത്? കെമിക്കൽസിൻ്റെയും ഓർഗാനിക് സബ്സ്റ്റൻസസിൻ്റെയും പ്രസൻസോടെ. പൊല്യൂട്ടഡ് വാട്ടർ കോസ് വേരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഡിസീസസ്. ഇതുപോലെ നമ്മൾ കേടായ വെള്ളം കൊണ്ട് ഒരുപാട് രോഗങ്ങളും കുറേ പ്രശ്നങ്ങളും വരും. വേസ്റ്റ് ഫ്രം ഫാക്ടറീസ് ആൻഡ് ഹൗസസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, പെസ്റ്റിസൈഡ്സ്, അതർ കെമിക്കൽസ്, പെട്രോളിയം എക്സെട്ര കോസ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ വാട്ടർ പൊല്യൂഷന് മെയിനായിട്ടുള്ള കാരണം ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റസ്, അതേപോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെയാണ് കേട്ടോ. ദ ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ഈസ് ഡ്യൂ ടു പൊല്യൂഷൻ. പൊല്യൂഷൻ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? വാട്ടറിലെ ഓക്സിജൻ്റെ അളവ് കുറയും. ദിസ് ഈസ് എ ത്രെറ്റ് ടു ദ ലീവ് ഓഫ് ഓർഗാനിസംസ് ലീവ് ഇൻ വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഓക്സിജൻ കിട്ടും. മെയിനായിട്ട് ഫിഷൊക്കെ ഓക്സിജൻ ആണല്ലേ വാട്ടറിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാവും. അടുത്തത് നാച്ചുറസ് ഫ്യൂറി. Our house was on a hillside. Ours is an area that receives good rainfall. നമ്മുടെ ഒരു ഹിൽ സൈഡിലാണ് വീട്, നല്ല പോലെ മഴ കിട്ടുന്നുണ്ട്. The monsoon rain was slashing down without any stop. It was raining heavily. The water level in the river had also risen. മഴ പെയ്ത കാരണം റിവറിലെ വെള്ളം കൂടി. If the water level rose further, our house would be flooded. ഇനിയും കൂടുകയാണെങ്കിൽ വീട്ടിലും ഫ്ലഡ് വരും എന്നാണ് പറയുന്നത്. In the evening it began to rain severely. There was no electricity. കറണ്ടും ഇല്ലാണ്ടായി. We were afraid of what would happen if the rain continued. മഴ കൂടിക്കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചിട്ട് പേടിച്ചിരിക്കുകയാണ് അല്ലേ. We were paying attention to the danger warnings. We noticed that the pets in the houses were disturbed and making unusual noise. അപ്പോൾ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളൊക്കെ ഒരു ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. Realizing the danger, my parents took us to a relative's house a short distance from ours. വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അല്ലേ. എന്തോ ഒരു അപകടം വരാൻ പോകുന്നുള്ള ധാരണയിൽ. The rain did not stop. We fell asleep. It was in the early morning that we heard shocking news. Many people died in landslide. അപ്പോൾ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണ് അല്ലേ, ലാൻഡ്സ്ലൈഡ് ഉണ്ടാവുകയാണ്. The destructive power of that huge natural disaster washed away our house, school, some friends, relatives and the entire village. അപ്പോൾ അവർക്കന്ന് മനസ്സിലായി എന്തോ ഒരു ദുരന്തം ഉണ്ടെന്ന്. Have you read Adi's diary? So natural disaster occur in various parts of the വേൾഡ്. കുറേ സ്ഥലത്ത് എന്ത് നടക്കുന്നുണ്ട്? നാച്ചുറൽ ഡിസാസ്റ്റർ നടക്കുന്നുണ്ട്. വിച്ച് നാച്ചുറൽ ഡിസാസ്റ്റർ യു നോ? നിങ്ങൾക്ക് അറിയാവുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ പേര് എഴുതാം. ലാൻഡ് സ്ലൈഡും എർത്ത് ക്യുക്കും ഫോറസ്റ്റ് ഫയറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലഡ് കൊടുക്കാം, പിന്നെ നമുക്ക് സൈക്ലോൺസ് കൊടുക്കാം കേട്ടോ അടുത്ത പോയിൻ്റായിട്ട്. ഓക്കെ, പിന്നെ വോൾഗാനിക് എറപ്ഷൻസും കൊടുക്കാം. നാച്ചുറൽ ഡിസാസ്റ്റർ കോസ് ഗ്രേറ്റ് ഡാമേജ് ടു ദ എൻവയോൺമെൻറ്റ് ആൻഡ് ലിവിങ് തിങ്സ്. നാച്ചുറൽ ഡിസാസ്റ്റർ ക്യാൻ ഒക്കർ ഡ്യൂ ടു നാച്ചുറൽ കോസസ് ഓർ ഹ്യൂമൻ ഇൻ്റർഫറൻസ്. മനുഷ്യന്മാർ കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് എന്തെങ്കിലും കോസസ് കൊണ്ട് നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവാം. കുറേ നാശനഷ്ടം അത് വരുത്തി വെക്കും കേട്ടോ. ഒരു കൊളാശ കൊടുത്തിട്ടുള്ള റെഡ് അലേർട്ട് ഏതൊക്കെ ജില്ലയിൽ? കണ്ണൂർ, കോഴിക്കോട്, വയനാട്. ഇപ്പോൾ റെയിൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ള കൊളാശാണ് കേട്ടോ. വാട്ട് ആർ ദ വാർണിംഗ്സ് അബൌട്ട് റെഡ് റെയിനിനെ പറ്റിയിട്ടാണ്. വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ ഇഫ് എ ഫ്ലഡ് വാർണിംഗ് ഈസ് റിസീവ്ഡ്? നിങ്ങൾക്ക് ഒരു ഫ്ലഡ് വാർണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കുക? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്ലഡ് വാർണിംഗ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെയിനായിട്ടും ആ സ്ഥലത്തുനിന്ന് മാറി താമസിക്കും അല്ലേ. മാറി താമസിക്കും. നമ്മുടെ മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളവിടെ സേഫ് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കും. ഇപ്പോൾ കേരളത്തിലൊക്കെ ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ മഴക്കാലമായി ഫ്ലഡ് ആയി കഴിഞ്ഞാലൊക്കെ തുറക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സേഫ് ആവാൻ നോക്കുക. നമ്മളവിടെ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം കയറും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മെയിനായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് അവിടുന്ന് മാറാൻ നോക്കുകയാണ് കേട്ടോ. മാറുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, ദർ ആർ സിസ്റ്റം ടു ഗീവ് വാർണിംഗ്സ് അബൌട്ട് നാച്ചുറൽ ഡിസാസ്റ്റർ. ഇഫ് പ്രിക്കോഷൻസ് ആർ ടേക്കൺ ബേസ്ഡ് ഓൺ ദിസ് വാർണിംഗ് ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് എൻവയോൺമെൻറ്റ്. അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. കൗണ്ട്ലെസ് ഓർഗാനിസംസ് ആർ ദർ ഓൺ ലാൻഡ് ആൻഡ് ഇൻ സീ.
ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് സീ ദം ലിവിങ് ഇൻ ഹാർമണി വിത്ത് നാച്ചർ. ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേ നമ്മുടെ നാച്ചുറൽ. ഓർഗാനിസം ഫൈൻഡ് ദെയർ ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ് ഫ്രം ദ എക്കോസിസ്റ്റം. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം അവർ ഇവിടെ നിന്ന് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. എക്കോസിസ്റ്റം ഫോം ദ ബേസ് ഫോർ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് അവർ എക്കോസിസ്റ്റം. നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണത്. വി ഷാൾ ആൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം. അപ്പോൾ എന്താണ് അതിൽ എഴുതിക്കുന്നത്? അവർ എർത്ത്, അവർ ഫ്യൂച്ചർ, അവർ വി അവേഴ്സെൽസ് ആർ ദ പ്രൊട്ടക്റ്റേഴ്സ്, ലെറ്റ് us ഫോളോ ഗ്രീൻ പ്രോട്ടോകോൾ. നമ്മുടെ അടുത്ത് നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഓർഗാനിസംസും എക്കോസിസ്റ്റത്തിനെയും പറ്റിയിട്ടൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിയാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലെറ്റസ് എക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ് കേട്ടോ. അടുത്തത് കണക്ട് ദ ഓർഗാനിസം വിത്ത് ദെയർ ഹാബിറ്റേറ്റ്. ഓർഗാനിസത്തിൻ്റെ പേര് വെയിൽ, പെൻക്വിൻ, സ്പോട്ടഡ് ഡിയർ, ക്യാമൽ. അപ്പോൾ അതിന് മാച്ച് ആവുന്നത് ഏതാ? വെയിൽ എവിടെയാണ് ഉണ്ടാവുക? ഓഷ്യനിലാണ് ഉണ്ടാവുക അല്ലേ. സോ നെക്സ്റ്റ് പെൻഗ്വിനാണ്, അത് പോളാർ റീജിയനിലാണ്. സ്പോട്ടഡ് ഡിയർ എവിടെ ഉണ്ടാവുക? ഫോറസ്റ്റിലാണ്. ക്യാമൽ എവിടെ ഉണ്ടാവുക? ഡിസേർട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് കണക്ട് ചെയ്യുക. സെക്കൻഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വിസിറ്റ് ആൻ എക്കോസിസ്റ്റം ഇൻ യുവർ ഏരിയ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ ഓർഗാനിസം യു ഫൈൻഡ് ദർ. ഫൈൻഡ് ഔട്ട് ദ ഇൻ്റർഡിപ്പെൻഡൻസ്. ഓക്കെ, നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ പോവുക, എന്നിട്ട് അവിടുത്തെ ഇൻ്റർഡിപ്പെൻഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ്. പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? ഇൻസെക്ട്സിനും ബേർഡ്സിനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്, ഷെൽട്ടറും കൊടുക്കുന്നുണ്ട്. സെക്കൻഡ്, ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ് ഹെൽപ്പ് പ്ലാന്റ്സ് ബൈ ക്യാരി പൊള്ളൻ ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. പൊള്ളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബീസും ബട്ടർഫ്ലൈസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ബേർഡ്സ് ഈറ്റ് ഇൻസെക്ട്സ് ടു ഫുഡ്. ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസെക്ട്സിനെ ഫുഡായിട്ട് കഴിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ആണ് പറയുന്നത്, കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ഫ്രോഗ് ആണ്. ഫ്രോഗിൻ്റെ എന്താണ്? ഫ്രോഗ്, ഫിഷ്, വാട്ടർ ലില്ലി, ക്യാമൽ അല്ലേ. പിന്നെ ഓക്കെ, കാക്ടസ്. സോ നമ്മൾ പഠിച്ച പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. ഫിഷ് എന്താ വരിക? ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. ഓക്കെ, ദ ലീവ്സ് ഹാവ് വാക്സി കോട്ടിങ്. വാട്ടർ ലില്ലി വരും. പിന്നെ എന്താ വരിക? ക്യാമൽ എന്താ വരിക? possess flat feet so that do not sink in the sand. മണ്ണിൽ വലിയ ഫീറ്റായ കാരണം മണ്ണിൽ കാല് ഉറപ്പിക്കില്ല. സ്റ്റോർ വാട്ടർ ഇൻ ദ സ്റ്റെം നമ്മുടെ കാക്ടസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഫ്രോഗ് വരുന്നത് ബ്രീത്ത് ത്രൂ ദ സ്കിന്നിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.